ഹലോ നമസ്കാരം, ഞാൻ രമേഷ് പി നായർ. മെട്രോലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചെങ്ങമനാട് ടൗണിന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന 12 സെൻറ്റ് സ്ഥലത്ത് 2900 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി അതിമനോഹരമായി നിർമ്മിച്ചിട്ടുള്ള കേവലം 6 വർഷം മാത്രം പഴക്കമുള്ള ഒരു യൂസ്ഡ് വീടാണ്. നിർദ്ദിഷ്ട അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് വളരെ അടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ ഒരു പോഷ് റെസിഡൻഷ്യൽ ഏരിയയിലാണ്. ഇനി നമുക്ക് ഈ മനോഹരമായ വീടൊന്ന് കണ്ടു നോക്കാം. ഈ വീടിൻ്റെ മുന്നിലൂടെ ആലുവയ്ക്ക് പോകുന്ന അതിവിശാലമായ ഒരു റോഡാണ് കടന്നു പോകുന്നത്. ഈ വീടിന് മനോഹരമായ ഒരു ചുറ്റുമതിലാണ് കൊടുത്തിട്ടുള്ളത്. ഇരുവശവും ടാറിംഗ് റോഡാണ് ഈ വീടിന് ഉള്ളത്. ഈ മനോഹരമായ ഈ വീടിൻ്റെ ഓരോ വർക്കുകളും ഓരോ നിർമ്മാണ ഘട്ടത്തിലും അതിസൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇഷ്ടികയിലും പുഴമണലിലുമാണ് നിർമ്മാണ പ്രവർത്തികൾ ചെയ്തിട്ടുള്ളത്. ഈ വീട് വിൽപ്പനയ്ക്കായി പണിതിട്ടുള്ള ഒരു വീടല്ല. ഇനി നമുക്ക് കോമ്പൗണ്ടിലേക്ക് കടക്കാം. വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു കോമ്പൗണ്ട് വാളാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ മുൻഭാഗത്തായി ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിച്ചാൽ വളരെ വിശാലമായ ഒരു മുറ്റം ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. മുറ്റത്ത് ടൈൽ പാക്കി മനോഹരമാക്കിയിട്ടുണ്ട്. വശങ്ങളിലായി ഗാർഡൻ ചെയ്യുന്നതിന് പ്രത്യേകം കെട്ടിത്തിരിച്ചിട്ടുമുണ്ട്. മൂന്നോ നാലോ വാഹനങ്ങൾക്ക് ഈ വീടിൻ്റെ മുൻഭാഗത്തായി പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏതൊരു വലിയ വാഹനത്തിനും പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന വലിയൊരു കവേർഡ് പാർക്കിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്ലാവ്, പേര, റംബുട്ടാൻ, ഫാഷൻ ഫ്രൂട്ട് എന്നീ ഒട്ടനവധി ഫലവൃക്ഷങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീട് ഒന്ന് പരിചയപ്പെടാം. വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി ഗ്രാനൈറ്റ് വിരിച്ച അതിവിശാലമായ ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മുൻഭാഗത്തായി തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു സിംഗിൾ പാളിയിലുള്ള ഒരു ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീടിനകത്തേക്ക് പ്രവേശിച്ചാൽ അതിവിശാലമായ ഒരു ലിവിംഗ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അകത്തേക്ക് പ്രവേശിച്ചാൽ ഇവിടെയാണ് ഡൈനിങ് ഏരിയയുടെ സ്ഥാനം. വളരെ വിശാലമായ ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായി വളരെ ഭംഗിയുള്ള ഒരു വാഷ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിററെല്ലാം കൊടുത്ത് സ്റ്റോറേജ് ഏരിയ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുള്ള ഒരു വാഷ് ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ഒരു ക്രോക്കറി ഷെൽഫിൻ്റെ സ്ഥാനം. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് കടക്കാം. വളരെ വിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായി ഡ്രസ്സിംഗ് ഏരിയ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം.
ഇവിടെ ഒരു സ്റ്റഡി റൂം അല്ലെങ്കിൽ നിസ്കാര റൂം, ഒരു പ്രാർത്ഥനാ റൂം, എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ചെറിയ ഒരു റൂം ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയാണ് ഈ വീടിൻ്റെ രണ്ടാമത്തെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടെയും കിട്ടുന്നുണ്ട്. വളരെ വിശാലമായ ഒരു ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത്. നിറയെ വാർഡ്രോബുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കി വച്ചിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിംഗ് ഒരു യൂണിറ്റ് തന്നെ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഈ വീടിൻ്റെ ഏറ്റവും മനോഹരമായ കിച്ചൺ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ ഭംഗിയുള്ള ഒരു കിച്ചണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ മനോഹരമായ കിച്ചണിനകത്ത് നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ ടോപ്പായി ഗ്രാനൈറ്റ് ആണ്, ഒരു കിച്ചൺ ടോപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കിച്ചൺ ടോപ്പിൽ ഇവിടെയായി ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ് വർക്കുകളിൽ നിർമ്മിച്ചിട്ടുള്ള ഷോക്കേസുകളും ഇതിന് മുകളിലായി കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി ഒരു ക്രോക്കറി ഐറ്റംസ് എല്ലാം വയ്ക്കുന്നതിന് പ്രത്യേകം ഒരു ഷെൽഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അടങ്ങുന്ന ഒരു കിച്ചണാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെയായി ഒരു സെക്കൻഡ് കിച്ചൺ എന്ന് പറയാം. വളരെ മനോഹരമായ ഗ്രാനൈറ്റിൽ കിച്ചൺ ടോപ്പ് കൊടുത്ത് കബോർഡ് വർക്കുകൾ എല്ലാം ചെയ്തിട്ടുള്ള സ്റ്റോറേജ് ഏരിയ നിറയെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വർക്ക് ഏരിയയുടെ സ്ഥാനം. ഈ വർക്ക് ഏരിയക്കകത്ത് പുകയില്ലാത്ത അടുപ്പും മറ്റ് അത്യാവശ്യം കുക്കിങ്ങിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഒരു സർവൻറ്റ് ടോയ്ലറ്റും ഈ വർക്ക് ഏരിയയുടെ ഒരു ഭാഗത്തായി കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ നിന്ന് വെളിയിലേക്ക് വരുന്നതിന് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വന്നാൽ ഇവിടെയായി ഏതൊരു കാലാവസ്ഥയിലും പറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരു കിണർ ഈ വീടിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ അലക്കുകല്ലിൻ്റെ സ്ഥാനം അവിടെയാണ്. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് വിരിച്ച് സ്റ്റീലിൻ്റെ ഒരു ഹാൻഡ് റെയിൽ കൊടുത്ത് ഒരു സ്റ്റെയർ കേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. മുകളിലേക്ക് കയറി വന്നാൽ ഇവിടെയാണ് അപ്പർ ലിവിംഗ് ഏരിയയുടെ സ്ഥാനം. വളരെ വിശാലമായ ഒരു അപ്പർ ലിവിംഗ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പർ ലിവിംഗ് ഏരിയയുടെ ഈ ഭാഗത്തായി ഒരു ഷോക്കേസ് കൊടുത്തിട്ടുണ്ട്. ബുക്സും മറ്റും വയ്ക്കുന്നതിന് ഗ്ലാസിൽ നിർമ്മിച്ചിട്ടുള്ള ഷോക്കേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് കടക്കാം. ഇവിടെ വലിയ വിശാലമായ ഒരു ബെഡ്റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് യൂണിറ്റിൻ്റെ ഈ ഭാഗത്തായി ഒരു വാഷ്റൂമും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. അതിവിശാലമായ ഒരു ബെഡ്റൂമാണിത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളതും മനോഹരമായും നിർമ്മിച്ചിട്ടുള്ള ഇവിടെ 4 പാളികളിലുള്ള വാർഡ്രോബുകളാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെ വിശാലമായ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി വളരെ വലിപ്പമുള്ള ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. കവറിങ് ഗ്രില്ല് വർക്കുകൾ എല്ലാം ചെയ്ത് കവർ ചെയ്തിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരു ബെഡ്റൂമിന് സമാനമായ അതിലും വലിപ്പമുള്ള ഒരു ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിനുള്ള പ്രത്യേകം ഏരിയ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലേക്ക് പോകുന്നതിന് ഒരു സ്റ്റെയർ കേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഓപ്പൺ ടെറസ് ഏരിയ. വളരെ വിശാലമായ ഒരു ഓപ്പൺ ടെറസ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ സോളാർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. മുൻഭാഗത്തായി പ്രത്യേകം ഒരു സ്റ്റോറേജ് ഏരിയ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഫ്രണ്ട് ബാൽക്കണി. വളരെ വിശാലമായിട്ടുള്ള ഒരു ഫ്രണ്ട് ബാൽക്കണി ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ റോഡും മറ്റു വീടുകളും മറ്റ് കാഴ്ചകളും എല്ലാം ഇവിടെ ഇരുന്നാൽ നമുക്ക് ലഭിക്കുന്നതാണ്. വീടിൻ്റെ വിശേഷങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. 12 സെൻറ്റ് സ്ഥലത്ത് 2900 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ അതിമനോഹരമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്.
ഈ വീടിൻ്റെ ഓരോ വർക്കുകളും അതിസൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് ഇതിൻ്റെ ഓണർ പണി ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഈ വീട് വിൽപ്പനയ്ക്ക് പണിത ഒരു വീടേ അല്ല. ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 1,30,00,000 രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിന് വളരെ അടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ടൗണിന് വളരെ അടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നതെങ്കിലും വളരെ ശാന്തമായ ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ചെങ്ങമനാട് ജംഗ്ഷനിൽ നിന്നും വെറും 500 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. അങ്കമാലിയിലേക്കും ആലുവയിലേക്കും പറവൂർക്കും അതുപോലെ എയർപോർട്ടിലേക്കും ചെങ്ങമനാട് ജംഗ്ഷനിലേക്കും അത്താണിയിലേക്കും എല്ലാം വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പ്രവാസികൾക്കും നാട്ടിലുള്ളവർക്കും താമസത്തിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും വളരെ അനുയോജ്യമായ ഒരു വീട് കൂടിയാണ് ഇത്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ ആണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിലും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ ആഡ് കൊടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും OLX-ലും ഫേസ്ബുക്കിലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.